എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 34 രൂപ 81 പൈസയാണ്. സോ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നല്ലൊരു ഫാള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 16% ഫാള് വന്നിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും അതൊരു ഗ്യാപ്പ് ഡൗണും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്യും, ഒരു റിക്കവറി എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഓൾറെഡി ഇവിടുത്തെ ഏകദേശം ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ് ട്രെൻഡിലേക്ക് പോയ ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. സോ ഇവിടുന്ന് ഒരു റിയാക്ഷൻ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉണ്ടാവും. സോ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു 72 രൂപയാണ്. അതിൻ്റെ ഒരു 50% ഡൗൺ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. മേ ബി ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഒരു അപ് ട്രെൻഡിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടുന്ന് ഒരു റിയാക്ഷൻ, ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു സ്ട്രക്ചർ ബ്രേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ശ്രീ രേണുക ഷുഗേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഒരു ഷുഗർ കമ്പനി സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 53 രൂപയാണ്. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് വന്ന് വീണ്ടും ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് കയറുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 10% റിട്ടേൺ അച്ചീവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എല്ലാ ഷുഗർ കമ്പനീസിനും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷുഗർ കമ്പനിയെക്കുറിച്ച്. സെയിം അതേപോലെ ഒരു ഷുഗർ കമ്പനി തന്നെയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏകദേശം ഒരു 10% റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഇനി ഇവിടുന്ന് കയറാനുള്ളൊരു പോസിബിലിറ്റി എന്നതിലുപരി ഒരു 50% റീട്രേസ്മെൻറ്റ് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങാം. ഓക്കെ, ഇവിടുന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. മേ ബി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ഇവിടുത്തെ ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇതാണ് ഒരു എക്സ്ട്രീം ലെവലുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും നമുക്കത് ആവറേജ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വൺസ് ഇവിടെ എൻട്രി ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ആവറേജ് ചെയ്യണമെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു 10% അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ശ്രീ രേണുക ഷുഗർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സെയിം ഇതും ഒരു ഷുഗർ കമ്പനി തന്നെയാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 42 രൂപ 66 പൈസയാണ്. ഇതും ഒരു ഒരു നല്ലൊരു ഡൗൺഫാളിന് ശേഷം ഒരു നല്ലൊരു അപ് ട്രെൻഡ് വന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറുന്നുണ്ട്. ഓക്കെ, സോ ഇതും ഷുഗർ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാരണം വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു അപ് ട്രെൻഡ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇതും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങാം. താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടെ നോക്കണം. കാരണം ഇവിടെ ഒരു FEG ഉണ്ട്. മേ ബി ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലിലുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ട് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും ഷുഗർ കമ്പനി ഈ 2 ഷുഗർ കമ്പനിയും നല്ല രീതിയിൽ തന്നെ കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് MTNL മഹാനഗർ ടെലിഫോൺ നിഗം എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ് MTNL എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 52 രൂപ 96 പൈസയാണ്. ഇതും ഏകദേശം ഒരു നല്ലൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പർ സർക്യൂട്ട് അടിച്ചതാണ്. തിരിച്ചൊരു 50% ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ 50% ഡൗൺഫാൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു മാർക്കറ്റ് തിരിച്ച് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്.
ഓക്കെ, സോ ഈ ഒരു ഭാഗത്തു നിന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത് ഓൾറെഡി OB ഇവിടെ ഓർഡേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മിക്കവാറും വന്നിട്ടുണ്ടാവുക. സോ തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഒന്ന് കയറിയിട്ട് ബാലൻസ് ഉള്ള ആ ഒരു പ്രോഫിറ്റും കൂടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബിഗ് പ്ലേയേഴ്സ് ഇവരുടെ ഓർഡേഴ്സ് പാർഷ്യലി ഉള്ള ഓർഡേഴ്സ് സ്റ്റിൽ ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ MTNL എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. സോ ഈ ഒരു എൻ്റയർ ഏരിയ എന്ന് പറയുന്നത് തന്നെ ബൈയിങ് റേഞ്ചാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാം, താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആവറേജ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൈ ആണ്. ബ്രെയിൻ ബി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന സ്റ്റോക്ക് NSEയുടെ സ്റ്റോക്കാണ്. സോ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 625 രൂപ 75 പൈസയാണ്. ഇതും നല്ലൊരു സ്റ്റോക്കാണ്. ഒന്നാമത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് IPO നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം ഇത് ഒരു 700 രൂപ വരെ പോയിട്ട് ഒരു 625 രൂപ എന്ന ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 4 അവർ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു ഡൗൺ വന്ന ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി മാർക്കറ്റ് കയറി തിരിച്ച് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രീം ലെവലിലുള്ള ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു 70% അല്ലെങ്കിൽ ഒരു 90% വരെ വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. സോ ബ്രെയിൻ ബി സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 5 സ്റ്റോക്കാണ് നമുക്ക് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 10% എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. വീഡിയോസ് ഞാൻ ഒരുപാട് ലെങ്തി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ICT കോൺസെപ്റ്റ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ICT കോൺസെപ്റ്റ് മലയാളത്തിൽ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പഠിച്ച് അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അത് പഠിക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഇത് ഈ പറയുന്ന സ്വിംഗ് ട്രേഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു റേഞ്ചിൽ പറയുന്നത്, OB എന്താണ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ICT കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് ഇപ്പോൾ എത്രയാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ബൈങ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്, ഇതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് വീഡിയോസിൽ. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ആ ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് മാത്രം മതി ഇതിനെക്കുറിച്ച് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാത്രം നോക്കിയിട്ട് ബാക്കി നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.